ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് ഈ പകൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നിങ്ങൾ മുമ്പാകെ വചനവുമായി എടുത്തു വരുമെന്നൊക്കെയാണ് ആയിരിക്കുമെന്നൊക്കെയാണ് ദൈവം സഹായിച്ച ദൈവത്തിൻ്റെ നല്ല പ്രവൃത്തികൾക്കായി ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. നമ്മൾ ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിന്ന് സംസാരിക്കാൻ താല്പര്യപ്പെടുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ 7 മുതലുള്ളതായ വാക്യങ്ങളാണ്. അതിന് മുകളിലായി അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പറയത്തക്കവണ്ണം അതിന് 5 മുതൽ വായിക്കാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. ലൂക്കോസിന് സുവിശേഷം 17-ാം അധ്യായം 5 മുതലുള്ളതായ വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. ദയവായി നിങ്ങളെല്ലാവരും വചനമെടുത്തുകൊണ്ട് റെഡി ആയിരിക്കണമെന്ന് ദൈവനാമത്തിൽ ഓർമ്മിപ്പിക്കുന്നു. അപ്പോസ്തലന്മാർ കർത്താവിനോട് ഞങ്ങൾക്ക് വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ എന്ന് പറഞ്ഞു. അതിന് കർത്താവ് പറഞ്ഞത്, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ കാട്ടത്തിയോട് വേരോട് പറഞ്ഞ് കടലിൽ പോയി നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് അനുസരിക്കും. അവൻ അടുത്ത വാക്യം ഇപ്രകാരം എഴുതിയിരിക്കുന്നു, നിങ്ങളിൽ ആർക്കെങ്കിലും ഒഴുകുകയോ മേയുകയോ ചെയ്യുന്ന ഒരു ദാസൻ ഉണ്ടെന്നിരിക്കട്ടെ. അവൻ വയലിൽ നിന്ന് വരുമ്പോൾ നീ പെട്ടെന്ന് വന്ന് ഊണിലിരിക്കുക എന്ന് അവനോട് പറയുമോ? മറിച്ച് എനിക്ക് അത്താഴം ഒരുക്കുക, ഞാൻ ഭക്ഷിച്ച് പാനം ചെയ്യുന്നത് വരെ അരകെട്ടി എനിക്ക് ശുശ്രൂഷ ചെയ്യുക, പിന്നെ നീയും ഭക്ഷിച്ച് പാനം ചെയ്തു കൊള്ളുക എന്നല്ലയോ പറയുന്നത്? തന്നോട് കൽപ്പിച്ചത് ദാസൻ ചെയ്തത് കൊണ്ട് അവന് നന്ദി പറയുമോ എന്ന് പറയുന്ന ഒരു അനുഭവം നമുക്ക് കാണുവാൻ സാധിക്കും. അടുത്ത വാക്യം വളരെ കൺഫ്യൂസിങ് ആണ്. എല്ലാവരും അത് ഇതിൻ്റെ മുകളിലെ ബാക്ക്ഗ്രൗണ്ടുമായി ബന്ധപ്പെട്ടിട്ടാണ് പറയുന്നത് എന്ന് നമുക്ക് അതിനെ മുഴുവനായ അർത്ഥത്തിൽ എടുക്കാൻ കഴിയില്ലെങ്കിലും അങ്ങനെയാണ് എന്ന് പഠിപ്പിക്കുന്നതായ അനുഭവങ്ങളാണ് പലപ്പോഴും നമ്മൾ കാണുവാൻ സാധിക്കുന്നത്. ആ വാക്യം കൂടെ ഞാൻ വായിച്ചു തരാം. 10-ാം വാക്യം, അപ്രകാരം നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും ചെയ്ത ശേഷം ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാരാകുന്നു, ഞങ്ങൾ കടമ മാത്രമേ ചെയ്തുള്ളൂ എന്ന് നിങ്ങളും പറവിൻ എന്ന് പറയുന്നൊരു അനുഭവമുണ്ട്. അപ്രകാരം എന്ന് പറയുന്നൊരു വാക്ക് അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. മറ്റൊന്നിനെ കുറിച്ച് പറഞ്ഞ ശേഷം അതേ വിഷയത്തെ അതിലുള്ളതായ ഒരു സബ്ജക്റ്റിനെ, സൗമ്യത എന്ന് പറയുന്ന അനുഭവത്തെ മാത്രം എടുത്തുകൊണ്ട് പറയുകയാണ്, അപ്രകാരം നിങ്ങളും അപ്രകാരം സൗമ്യതയുള്ളവരായിരിക്കും എന്ന് ദൈവം കൽപ്പിക്കുന്നു. പക്ഷെ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തെടുത്തിട്ട് യേശു സംസാരിക്കുന്നത് മനുഷ്യർക്ക് നമുക്ക് വേണ്ടിയുള്ള സൗമ്യതയെക്കുറിച്ച് മാത്രമാണ്. നമ്മളെപ്പോഴും ഈ ഒരു ആറ്റിറ്റ്യൂഡായിരിക്കണം. എന്ത് ചെയ്താലും ദൈവത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്താലും അത് നമ്മുടെ കടമ മാത്രമേ ചെയ്തുള്ളൂ എന്ന് പറയുന്നൊരു ഹംബിൾനെസ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് വരണം എന്ന് മാത്രമായി ഈ വചനഭാഗത്തെ ഒതുക്കിക്കളയുന്നൊരു അനുഭവങ്ങൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാറുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒതുക്കിക്കളയാൻ പാടില്ല എന്ന് പറയുന്നൊരു ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ യേശു സംസാരിച്ചു തുടങ്ങിയത് എന്തിനെക്കുറിച്ചായിരുന്നു? വിശ്വാസത്തെക്കുറിച്ചാണ്. അപ്പോൾ വിശ്വാസത്തെക്കുറിച്ചാണ് അതിനെ പിന്നിലേക്ക് താഴേക്ക് ഇറങ്ങി വരിക്കുന്നതായ വിഷയങ്ങളെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്. യേശു ഒരിക്കലും സബ്ജക്റ്റ് വിട്ട് സംസാരിക്കുന്ന വിഷയങ്ങളല്ല. ദൈവത്തിന് അറിയാം, അല്ലെങ്കിൽ യേശുവിനറിയാം യേശു എന്താണ് പറയാൻ പോകുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 5 മുതലുള്ളതായ 7 വരെയുള്ള അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ എന്താണ് യേശു സംസാരിക്കുന്നത്? യേശുവിന് വ്യക്തമായ ധാരണയുണ്ട്. ആദ്യ ഭാഗങ്ങൾ ദൈവിക നീതീകരണത്തെക്കുറിച്ച്. നിങ്ങളുടെ നീതി പരീശന്മാരുടെയും സദൂക്യരുടെയും നീതിയെ കവിഞ്ഞില്ല എങ്കിൽ നിങ്ങൾക്ക് ദൈവരാജ്യം അവകാശമാക്കുവാൻ കഴിയുകയില്ല എന്ന് വ്യക്തമായ ധാരണയോടുകൂടിയാണ് യേശു അതിനെക്കുറിച്ച് സംസാരിച്ചത്. എന്ന് പറയുന്നത് പോലെ ഇവിടെയും യേശു ഉപയോഗിച്ചതായ 2 കാര്യങ്ങൾ, 2 ഉദാഹരണങ്ങൾ, താരതമ്യം, ഉപമ എന്നൊക്കെ നമുക്ക് പറയാം. ഒന്ന്, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ കാട്ടത്തിയോട്, ഇത് ഇംഗ്ലീഷിലെ മറ്റൊരു പരിഭാഷകളിൽ നമ്മൾ വായിക്കാൻ സാധിക്കുന്നത് മൾബറി എന്ന് പറയുന്നതായ മരത്തോട് അല്ലെങ്കിൽ ചെടിയെ കുറിച്ചാണ് പറയുന്നത് എന്ന് നമുക്ക് വായിക്കുവാൻ സാധിക്കും. അങ്ങനെ കാട്ടത്തിയോട് അല്ലെങ്കിൽ മൾബറിയോട് നിങ്ങൾ കടലിൽ പോയി ചാടുക എന്ന് പറഞ്ഞാൽ അത് സംഭവിക്കും എന്ന് പറയുമ്പോൾ കടുകുമണിയോളം വിശ്വാസത്തെക്കുറിച്ച് പറയുമ്പോൾ അതൊരു ടാഞ്ചബിൾ ആണ്, അല്ലേ? തൊടുവാൻ കഴിയുന്നൊരു കാര്യമാണ് കടുകുമണി എന്നൊക്കെ പറയുന്നത്. അപ്പം യേശു പറയുകയാണ്, ഒന്ന്, നിങ്ങൾക്ക് അല്പമെങ്കിലും ഒരു വിശ്വാസമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എടുത്തുപയോഗിക്കുവാൻ കഴിയുന്ന തരത്തിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വിതയ്ക്കുവാൻ കഴിയുന്ന തരത്തിൽ, നിങ്ങൾക്ക് തൊടുവാൻ കഴിയുന്ന വിധത്തിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു മാറ്റർ അല്ലെങ്കിൽ ഒരു സബ്സ്റ്റൻസ് എന്ന രീതിയിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ ആ വിശ്വാസം കൊണ്ട് നിങ്ങൾക്ക് ഈ കാട്ടത്തിയോട് പോയി കടലിൽ പോയി ചാടുവാൻ പറഞ്ഞാൽ അത് സംഭവിക്കും. അതാണ് ഒന്നാമത്തെ വശം. രണ്ടാമത്തെ വശം പറയുകയാണ്, രണ്ടാമത്തെ ഉപമ അവരോട് പറയുകയാണ്, ഒരു ദാസൻ ഉണ്ടെന്നിരിക്കട്ടെ. ആ ദാസൻ ഉഴയുകയും
നിങ്ങൾ ആർക്കെങ്കിലും ഉഴുകയും മേയിക്കുകയും ചെയ്യുന്ന ഒരു ദാസനുണ്ടെന്നിരിക്കട്ടെ. അവൻ വയലിൽ നിന്ന് വരുമ്പോൾ നീ പെട്ടെന്ന് വന്ന് ഊണിനിരിക്കുക എന്ന് അവനോട് പറയുമോ എന്ന് ചോദിക്കുന്നൊരു അനുഭവമുണ്ട്. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഹൈദരാബാദിലാണ്. ഇവിടെ ഒരുപാട് വീടുകളിൽ ആയമാർ വരുന്നുണ്ട്. അവർ പാത്രം കഴുകും, തുണി അലക്കും, ഭക്ഷണം ഉണ്ടാക്കും, അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് വരുന്നുണ്ട്. അപ്പം എനിക്ക് ഇവിടുത്തെ ആൾക്കാരുമായിട്ട് കുറച്ചും കൂടെ ഉപമിക്കാൻ കുറച്ചും കൂടെ എളുപ്പമാണ്. ഞാൻ അവരോട് ചോദിക്കും, ഞാൻ എൻ്റെ ഗ്രൂപ്പിൽ, എൻ്റെ സ്റ്റഡി ഗ്രൂപ്പിൽ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലൊരു ആയയുണ്ട്, അല്ലെങ്കിൽ ഒരു പണി ജോലിക്ക് വരുന്നതായ ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ, അവനൊരു പണി കഴിഞ്ഞ ശേഷം നിങ്ങൾ പെട്ടെന്ന് അവരെ വിളിച്ച് മേശപ്പുറത്തിരുത്തിയ ശേഷം എന്നാൽ നിങ്ങൾ വന്ന് ഭക്ഷണത്തിന് ഇരിക്കുക, നിങ്ങളത്തെ അധ്വാനിച്ചല്ലേ ഭക്ഷണം കഴിക്കുക എന്ന് ആരോടെങ്കിലും പറയുമോ? അവർ പറയും ഇല്ല. കാരണം ഇത് 2024 എന്നിട്ട് പോലും ജനങ്ങളുടെ മനസ്സിൽ അവരോടുള്ളതായ ആറ്റിറ്റ്യൂഡ് മാറിയിട്ടില്ല, അല്ലെങ്കിൽ മാറ്റം സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഒരു പരിധിക്കപ്പുറത്തേക്ക് മാറിയിട്ടില്ല. ഓക്കെ, നമ്മളതിനല്ല സംസാരിക്കുന്നത്. പക്ഷെ ഇവിടുത്തെ സാഹചര്യം നോക്കുക. ഇവിടെ പറയുന്നത് ഈസ് എ ബൗണ്ട് സെർവൻറ്റ്. അതൊരു ഒരു വിലയ്ക്ക് വാങ്ങപ്പെട്ടതായ ഒരു ദാസനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾക്ക് വീട്ടിൽ ഉഴയുകയോ മേയുകയോ ചെയ്യുന്നൊരു ദാസനുണ്ടെന്നിരിക്കട്ടെ. അവനെ മാർക്കറ്റിൽ നിന്ന് വിലയ്ക്ക് വാങ്ങിയതാണ്. അവൻ ആ വീട്ടിൽ എന്നേക്കും ദാസനായിരിക്കുന്നവനാണ്. ആ ദാസനായിരിക്കുന്നവൻ വീട്ടിലെ എല്ലാ പണികളും ചെയ്യാനുള്ള കർത്തവ്യം അവനുണ്ട് താനും. അങ്ങനെ ഒരു വ്യക്തി ഉണ്ടെന്നിരിക്കട്ടെ. അവനോട് അവൻ വയലിൽ നിന്ന് വരുമ്പോൾ നീ പെട്ടെന്ന് വന്ന ഊണിനിരിക്കുക എന്ന് ആരോടെയും പറയുമോ? അതായത് അവന് വേണ്ടി ആരെങ്കിലും ഭക്ഷണം ഉണ്ടാക്കി വെച്ച് അവന് വേണ്ടി കാത്തിരുന്ന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുമോ എന്ന് ചോദിക്കുന്നൊരു ചോദ്യമാണ്. തീർച്ചയായും ഇല്ല. അവൻ ഇന്നത്തെ കാലത്തുമില്ല. അന്നത്തെ കാലത്ത് അതുപോലെ അടിമക്കച്ചവടം നടക്കുന്ന സമയത്ത് തീരെയുമില്ല. ഓക്കെ, അപ്പം അതാണ് ഇവർ പറയുന്നത്. മറിച്ച് എനിക്ക് അത്താഴം ഒരുക്കുക, അതായത് നമ്മൾ വീട്ടുടമസ്ഥരായ നമ്മൾ വേലക്കാർക്ക് വേണ്ടി ഭക്ഷണം ഒരുക്കി കാത്തിരുന്ന് അവരെ മേശപ്പുറത്തിരുത്തി ഭക്ഷണം കഴിക്കുന്നതായ സംവിധാനം എവിടെയുമില്ല എന്ന് തന്നെയാണ് യേശു പറയുന്നത്. മറിച്ച് എനിക്ക് അത്താഴം ഒരുക്കുക, ഞാൻ ഭക്ഷിച്ച് പാനം ചെയ്യുന്നവരെ അരകെട്ടി എനിക്ക് ശുശ്രൂഷ ചെയ്യുക, പിന്നെ നീയും ഭക്ഷിച്ച് പാനം ചെയ്തു കൊള്ളുക എന്നല്ലയോ പറയുന്നത്. അതല്ല നേരായ രീതി അല്ലേ? വീട്ടിലൊരു വേലക്കാരുണ്ടെങ്കിൽ അവരോട് അന്ന് ശരി, വാ, നീ വയലിൽ നിന്ന് വന്നതല്ലേ, കുഴങ്ങി എനിക്കറിയാം, പക്ഷെ നീ പോയി ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുവാ, നമുക്ക് ഒരുമിച്ച് കഴിക്കാമല്ലോ, ഞാൻ കഴിച്ചിട്ട് ബാക്കിയുള്ളത് നീ കഴിക്കാമല്ലോ, അല്ലെങ്കിൽ ഞാൻ കഴിച്ച ശേഷം നീ ഒന്ന് കഴിക്കാമല്ലോ എന്നല്ലയോ നിങ്ങൾ പറയുക. അതുമാത്രമല്ല, ആ ദാസനോട് കൽപ്പിച്ചത് ചെയ്തത് കൊണ്ട് അവനോട് നന്ദി കൂടെ പറയുന്നു എന്ന് ചോദിക്കുന്ന ചോദ്യമുണ്ട്. ഒരിക്കലും നന്ദി പറയില്ല. ഹീസ് എ ബൗണ്ട് സെർവൻറ്റ്. അത് നിങ്ങൾക്ക് അടിമപ്പെട്ടതായ, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിൽക്കുന്ന ഒരു ദാസനാണ്. അദ്ദേഹത്തെക്കുറിച്ച് ആരും അവരെ കെയർ ചെയ്യില്ല. അവർ പറഞ്ഞതുപോലെ ചെയ്താൽ മാത്രമേ, അല്ലെങ്കിൽ വീട്ടുടമസ്ഥരായ നമ്മൾ അവരോട് പറയുന്നത് ചെയ്യുക എന്ന കടമ മാത്രമേ അവർക്കുള്ളൂ. മാത്രമല്ല നമ്മുടെ ഉത്തരവാദിത്വം അവരോട് പറയുക, അവരെ ഇതുപോലെ ട്രീറ്റ് ചെയ്യുക എന്നാണ് അന്നത്തെ സാഹചര്യത്തെ പറ്റിയിട്ട് യേശുക്രിസ്തു പറയുന്നത്. ഓക്കെ, തീർച്ചയായും. അപ്പം ഇത് സംസാരിക്കുന്നത് നമ്മളെക്കുറിച്ചല്ല, അല്ലെങ്കിൽ അടുത്ത വാക്യം കൂടെ കൂട്ടി വായിക്കുമ്പോൾ പലരും ചിന്തിക്കും അത് നമ്മളെ ഓരോരുത്തരെ കുറിച്ചാണ്, ദൈവവേലയ്ക്ക് ഇറങ്ങിയവർക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ദൈവത്തെ വിളിക്കുന്നവർക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ദൈവത്തിന് മക്കളായി തീർന്നവരെ കുറിച്ചാണ് ഇത് എഴുതിയിരിക്കുന്നതെന്ന് ചിന്തിക്കും. പക്ഷെ അങ്ങനെയല്ല, ഒരിക്കലുമല്ല. കാരണം യേശു ഒരിക്കലും, അല്ലെങ്കിൽ ദൈവം ഒരിക്കലും ഇങ്ങനെ ട്രീറ്റ് ചെയ്യുമെന്ന് വേറൊരു വചനത്തിലും എഴുതിയിട്ടില്ല. എങ്ങനെ നമ്മൾ ട്രീറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുന്നത്? യേശു പറയുകയാണ് യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായം 15 അധ്യായം, ഞാൻ നിങ്ങളെ സഹോദരന്മാരെന്ന് വിളിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ കൂട്ടുകാരെന്ന് വിളിച്ചിരിക്കുന്നു. പൗലോസ് പറയുകയാണ്, നിങ്ങൾ ക്രിസ്തുവിൻ്റെ സഹോദരന്മാരും കൂട്ടവകാശികളുമായി തീർന്നു. പൗലോസ് തന്നെ പറയുന്നു, നിങ്ങൾക്ക് പുത്രത്വത്തിൻ്റെ ആത്മാവിനെ അവൻ തന്നു കഴിഞ്ഞു, ദൈവം തന്നു എന്ന് പറയുന്നൊരു അനുഭവം. അതായത് നമ്മൾ പുത്രന്മാരായി കഴിഞ്ഞു എന്ന് പറയുന്നൊരു അനുഭവമാണ് അതിനെക്കുറിച്ച് പറയുന്നത്. യോഹന്നാന്റെ സുവിശേഷം 1 അധ്യായം അതിൻ്റെ 8 മുതലായ വാക്യങ്ങളിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്തിരിക്കുന്നത്? അവനിൽ വിശ്വസിക്കുന്ന ഏവരും ദൈവമക്കളാകുവാൻ അവൻ അവർക്ക് അധികാരം കൊടുത്തു എന്ന് പറയുന്ന അനുഭവം. ദൈവമക്കളായിത്തീർന്നു, മകനായിത്തീർന്നു. അപ്പം എങ്ങനെയാണോ യേശുവിനെ യഥാർത്ഥത്തിൽ ദൈവപുത്രനായിരിക്കുന്ന യേശുവിനെ പിതാവും ദൈവം ട്രീറ്റ് ചെയ്യുന്നത്, അതുപോലെ നമ്മളോടും ട്രീറ്റ് ചെയ്യുകയുള്ളൂ. അല്ലാതെ ഒരു ദാസനെ പോലെ നമ്മളോട് ഒരിക്കലും അവൻ ട്രീറ്റ് ചെയ്യില്ല, ദൈവത്തിൻ്റെ ഭാഗത്ത് നമ്മളോട്. പക്ഷേ ഇവിടെ പറയുന്ന കാര്യം എന്താണ്? അപ്രകാരം തന്നെ നിങ്ങളും
താഴ്മയുള്ളവരായി ഞങ്ങളൊന്നും ചെയ്തില്ല, കടവ് മാത്രമേ ചെയ്തുള്ളൂ എന്ന് പറയണം എന്ന് പറയുന്നൊരു അനുഭവമുണ്ട്. എന്തുകൊണ്ട് അത് പറയാൻ കാരണം, പൗലോസിൻ്റെ ആറ്റിറ്റ്യൂഡ് അതായിരുന്നു. യേശുവിൻ്റെ ആറ്റിറ്റ്യൂഡ്, അവൻ ക്രൂശിലെ മരണത്തോളം പിതാവും ദൈവത്തെ അനുസരിക്കുന്നവരായിരുന്നു. അതുപോലെ തന്നെ നമ്മളും ദൈവത്തെ പൂർണ്ണ മനസ്സോടെ അനുസരിക്കുന്നവരാകണം. മാത്രമല്ല, നമ്മൾ ഒന്നിനെയും ക്രെഡിറ്റ് എടുക്കുവാൻ പാടില്ല. പൗലോസ് പറയുകയാണ്, ഞാനല്ല, എന്നിലൂടെ ദൈവത്തിൻ്റെ കൃപയത്രേ പ്രവർത്തിച്ചത്. ഞാൻ മറ്റുള്ളവരെക്കാൾ കൂടുതൽ അധ്വാനിച്ചു, പക്ഷെ ഞാനല്ല, എന്നോട് കൂടുതലുള്ള ദൈവകൃപയത്രേ അധ്വാനിച്ചത് എന്ന് പറയുന്നൊരു അനുഭവം. ആ ഒരു താഴ്മ അനുഭവം, ആ ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് വേണം. അതാണ് പൗലോസ് അല്ലെങ്കിൽ യേശു ഇവിടെ പറയുന്നത്. അപ്രകാരം തന്നെ നിങ്ങളും ഇതെല്ലാം ചെയ്ത ശേഷം കൽപ്പിച്ചതൊക്കെ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും ചെയ്ത ശേഷം ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാരാകുന്നു, ഞങ്ങൾ കടവ് മാത്രമേ ചെയ്തുള്ളൂ എന്നൊരു ആറ്റിറ്റ്യൂഡ് നമ്മൾ വെക്കണം. പക്ഷേ പിതാവും ദൈവം ഒരു ദാസൻ എന്ന പോലല്ല നമ്മളോട് ട്രീറ്റ് ചെയ്യുക. ദൈവം തന്നെ പുത്രൻ എന്ന പോലെ, പുത്രനോട് എങ്ങനെ കരുണ കാണിച്ചുവോ, പുത്രനെ എങ്ങനെ മാനിച്ചുവോ, പുത്രനെ എങ്ങനെ അനുഗ്രഹിച്ചുവോ, പുത്രനെ എങ്ങനെ വഴി നടത്തിയോ, പിന്നത്തേത് തേജസ്കരിക്കുകയും മാനിക്കുകയും ചെയ്തുവോ, അതുപോലെ നമ്മളെ മാനിക്കുവാനിടയായിത്തീരും. പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണ് പറയുന്നത്? ഞാൻ ഓട്ടം തികച്ചു, നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്ക് ഒരുക്കി വെച്ചിരിക്കുന്നു. അത് എനിക്ക് മാത്രമല്ല, ക്രിസ്തുയേശുവിൻ്റെ മരണത്തിലും ഉയർത്തെഴുന്നേൽപ്പിലും മാത്രമല്ല, യേശുവിൽ ഈ പറഞ്ഞതായ സുവിശേഷത്തിൽ വിശ്വാസം വെച്ചിരിക്കുന്നതായ എല്ലാവർക്കും കൂടെ എന്ന് പറയുന്നൊരു അനുഭവമാണ് നീതിയുടെ കിരീടം എന്ന് പറയുന്നൊരു അനുഭവം. നീതീകരണം, നീതിയുടെ കിരീടം, ഇതെല്ലാം ഒരേ ഒരു ലെവലാണ് പറയുന്നത്, ഒരു അളവാണ് പറയുന്നത്. അതെന്താണ് അളവ്? നീതിമാനായ എൻ്റെ ദാസൻ അവൻ പരിജ്ഞാനം കൊണ്ട് അനേകരെ നീതീകരിക്കുമെന്ന് പറഞ്ഞ ആ ഒരു ദൈവികമായ നീതീകരണം, ആ നീതീകരണത്തിൻ്റെ ഫലമായിരിക്കുന്ന കിരീടമാണ് പൗലോസിന് ലഭിച്ചത്. അത് തന്നെ വിശ്വസിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കും എന്നതാണ് പൗലോസ് ഉറപ്പ് പറയുന്ന ഒരു കാര്യം. നോക്കുക, ഇവിടെ യേശു ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു ദാസനെ കുറിച്ചായതുകൊണ്ട് തന്നെ ആ ദാസൻ എന്ന പേരല്ല നമ്മൾ ഓരോരുത്തരും അറിയപ്പെടുന്നത്. നമ്മൾ എന്തായിത്തീർന്നു? പുത്രന്മാരായിത്തീർന്നു. ദൈവമകനായിത്തീർന്നു, അല്ലെങ്കിൽ ദൈവമക്കളായിത്തീർന്നു, പുത്രന്മാരായിത്തീർന്നു. യേശുവിൻ്റെ സഹോദരന്മാരെന്ന് വിളിക്കപ്പെട്ടു. യേശു തന്നെ സ്നേഹിതന്മാരെന്ന് വിളിക്കുവാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി. ഇതെല്ലാം ഉണ്ടായ ഒരു അനുഭവം നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും തെറ്റിദ്ധരിക്കേണ്ട. നമ്മളെ പിതാവും ദൈവം ഈ രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നത്. പക്ഷേ നമ്മളുടെ ആറ്റിറ്റ്യൂഡ് നമ്മൾ കാത്തിരിക്കണം. അതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. അപ്പം നമുക്ക് ഇതിൻ്റെ വെളിപ്പാടിലേക്ക് വരാം. എന്താണ് പറയുന്നത്? വിശ്വാസത്തെക്കുറിച്ചാണ് യേശു ഈ ഭാഗത്ത് പറഞ്ഞു വരിക്കുന്നത്. എന്താണ് വിശ്വാസത്തെക്കുറിച്ച് ഇവിടെ പറയുന്നത്? കേൾക്കുക. ഒന്ന്, നിങ്ങൾ കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾ ഈ കാട്ടത്തെയോട് പോയി കടലിൽ പോയി ചാടുവാൻ പറഞ്ഞാൽ സംഭവിക്കും. പൗലോസ് ഇതിനെക്കുറിച്ച് പറയുന്നത് എബ്രായ ലേഖനം 11-ാം അധ്യായം 11-ാം വാക്യം, വിശ്വാസം എന്നതും ആശിക്കുന്നതിന് ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. അത് ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് സബ്സ്റ്റൻസ് എന്നാണ് ആ വാക്കിന് ഉപയോഗിച്ചിരിക്കുന്നത്. ആശിക്കുന്നതിൻ്റെ ഉറപ്പ്, അല്ലെങ്കിൽ ആ ഉറപ്പിന്, ധൈര്യത്തിന്, കോൺഫിഡൻസിന് നമ്മൾ അതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് ഒരു സബ്സ്റ്റൻസ്, ഒരു മാറ്റർ, നമുക്ക് ഉപയോഗിക്കുവാൻ കഴിയുന്ന, മറ്റെന്ത് വസ്തുവിനെ പോലും നമുക്ക് ഉപയോഗിക്കുവാൻ കഴിയുന്ന ഒരു മാറ്ററായിട്ടാണ്, ഒരു സബ്സ്റ്റൻസ് ആയിട്ട് തന്നെയാണ് പൗലോസ് ഇവിടെ ആ പദം പ്രയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം അടുത്ത വാക്യം വായിച്ചിരിക്കുന്നത് പ്രകാരമാണ്, അതിനാലല്ലോ പൂർവികർക്ക് സാക്ഷ്യം ലഭിച്ചത്, ദൈവത്തിൻ്റെ വചനത്താൽ ലോകങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു, അങ്ങനെ അദൃശ്യമായവയിൽ നിന്ന് ദൃശ്യമായവ സൃഷ്ടിക്കപ്പെട്ടു എന്ന് വിശ്വാസത്താൽ മനസ്സിലാക്കും എന്ന് പറയുന്നൊരു അനുഭവം. അങ്ങനെ പൗലോസ് ഈ ഭൂമിയെ മുഴുവൻ ഉണ്ടാക്കിയത് ദൈവത്തിൻ്റെ വാക്കുകളാണ്. ദൈവത്തിന് തൻ്റെ വാക്കിലുള്ളതായ ശബ്ദം താൻ ആരാണെന്നുള്ള ബോധ്യവും ഉറപ്പും ധൈര്യവും ഉള്ളതുകൊണ്ടാണ് ദൈവം അങ്ങനെ ക്രിയേറ്റ് ചെയ്തത് എന്നാണ് ആ വിഷയങ്ങളെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ വിശ്വാസം എന്ന് പറയുന്നത് ഒരു മാറ്ററാണ്, ഒരു സബ്സ്റ്റൻസ് ആണ്. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾക്കൊരു കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ, ഒരു കടുകുമണി പോലെ 2 കൊരിന്ത്യർ ലേഖനം അതിൻ്റെ 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പൗലോസ് പറയുന്നൊരു കാര്യമുണ്ട്. ഞങ്ങൾ കാഴ്ചയിലല്ല വിശ്വാസതലത്തിൽ ജീവിക്കുന്നത് എന്ന് പറയുന്നത് അതിൻ്റെ അനുഭവമുണ്ട്. അതുപോലെ ഞാൻ വിശ്വസിച്ചു, അതുകൊണ്ട് ഞാൻ സംസാരിച്ചു എന്ന് എഴുതിയിരിക്കുന്ന പോലെ വിശ്വാസത്തിൻ്റെ അതേ ആത്മാവ് ഞങ്ങൾക്കുള്ളതിനാൽ ഞങ്ങളും വിശ്വസിക്കുന്നു, അതുകൊണ്ട് സംസാരിക്കുന്നു. 4-ാം അധ്യായം 13-ാം വാക്യം. ഓക്കെ, ഇവിടെ വിശ്വാസത്തിൻ്റെ ആത്മാവ് എന്ന് പറയുന്ന അനുഭവമുണ്ട്. പരിശുദ്ധാത്മാവിനെ ഒരിക്കലായി നമുക്ക് തരുമ്പോൾ അതേ വിശ്വാസത്തിൻ്റെ ആത്മാവ് എന്ന് പറയുന്ന ഒരു അനുഭവം കൂടെ, ആ സബ്സ്റ്റൻസും കൂടെ ദൈവം നമ്മുടെ ഉള്ളിലാക്കിയിട്ടുണ്ട്. നമ്മുടെ കടമയാണ് അത് ഉപയോഗിക്കുക എന്നുള്ളത്. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞു വരാൻ ശ്രമിക്കുന്നത്. എന്താണ് യേശു ഇവിടെ പറഞ്ഞത്? നിങ്ങൾ
അവൻ നിങ്ങൾക്ക് കടുകുമണിയോളം ഒരു വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾ വായ തുറന്ന് നിങ്ങളുടെ വിഷയത്തോട് പോയി കടലിൽ പോയി ചാടുവാൻ പറയണം. അങ്ങനെ ആ വിഷയത്തോട് പറയുമ്പോൾ അത് സംഭവിക്കും. കാരണം എന്താണ്? നിങ്ങൾക്കൊരു സബ്സ്റ്റൻസ് ആയിരിക്കുന്ന ഒരു കടുകുമണി പോലത്തെ തൊടുവാൻ കഴിയുന്ന ടാഞ്ചിബിൾ ആയിരിക്കുന്ന, അല്ലെങ്കിൽ ഇവിടെ പറയുന്നത് ദൈവത്തിൻ്റെ ആത്മാവിനുള്ളിൽ ഉൾപ്പെട്ടിരിക്കുന്ന വിശ്വാസത്തിൻ്റെ ആത്മാവ് എന്ന് പറയുന്ന ഒരു ഭാഗം നമ്മുടെ ജീവിതത്തിലുണ്ട്. അതുപോലെ തന്നെ പൗലോസ് പറയുന്നൊരു ഭാഗമുണ്ട്, നിങ്ങൾക്ക് വിശ്വാസം പങ്കിട്ട് തന്നതുപോലെ. പങ്കിടുക, എന്താണ് പങ്കിടുക? ഒരു 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 കേക്ക്, അല്ലെങ്കിൽ ഒരു നന്മ, ഒരു സമ്പത്ത്, ഒരു അനുഗ്രഹം, അത് ഒരു അപ്പൻ്റെ ഒരു 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 ഇൻഹെറിറ്റൻസ്, ഒരു അവകാശം മക്കൾക്ക് എങ്ങനെ പങ്കിട്ട് കൊടുക്കുക? മക്കൾക്ക് പങ്കിട്ട് കൊടുക്കുന്നത് ഭാഗമായി അവർക്ക് പങ്കിട്ട് കൊടുക്കുന്നത് പോലെ ദൈവത്തെ ഇവിടെ വിശ്വാസത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. കർത്താവ് നിങ്ങൾക്ക് വിശ്വാസം പങ്കിട്ട് തന്നതുപോലെ വിശ്വാസത്തിൻ്റെ അളവിനനുസരിച്ച്, പങ്കിട്ട് തന്ന വിശ്വാസത്തിൻ്റെ അളവിനനുസരിച്ച് നിങ്ങൾ ജീവിക്കണം. അപ്പം പങ്കിട്ടപ്പെട്ടതായൊരു വിശ്വാസം ഇവിടെ പറയുന്നു. 2 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായത്തിൽ പറയുന്നു, 13-ാം വാക്യത്തിൽ പറയുന്നു, വിശ്വാസത്തിൻ്റെ അതേ ആത്മാവിൽ നമ്മൾ പങ്കിട്ട് തന്നതുപോലത്തെ തന്നിരിക്കുന്ന വിശ്വാസം എന്ന് പറയുന്ന ഭാഗം. അതുപോലെ ഇവിടെ യേശു അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്, കടുകുമണി പോലത്തെ ഒരു വിശ്വാസം, അല്ലെങ്കിൽ കടുകുമണിയോളം ഉള്ളതായ വിശ്വാസം. ദൈവം നമുക്കും പൗലോസിനും അപ്പോസ്തലന്മാരായിരിക്കുന്ന മറ്റെല്ലാവർക്കും അതുപോലെ തന്നെ രോഗസൗഖ്യവും വിടുതലുകളും അത്ഭുതങ്ങളും പ്രവർത്തിച്ച് ദൈവത്തിൻ്റെ നാമത്തെ മഹത്വീകരിക്കുന്ന എല്ലാവർക്കും ഒരേ വിശ്വാസമാണ് പങ്കിട്ട് തന്നത് എന്നതാണ് ഇവിടെ പറയുന്നതിൻ്റെ ഉദ്ദേശം. ഓക്കെ, പക്ഷേ നമ്മുടെ കടമയാണ് അത് എക്സസൈസ് ചെയ്യുക, ഉപയോഗിക്കുക, പ്രയോജനപ്പെടുത്തുക എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ഇവിടെ യേശു പറയുന്നതായ കാര്യം. നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ, അപ്പോസ്തലന്മാർ ചോദിക്കുകയാണ്, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ എന്ന് ചോദിക്കുമ്പോൾ യേശു ക്രിസ്തു പറയുകയാണ്, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ നിങ്ങളുടെ വിശ്വാസം ഞാൻ വർദ്ധിപ്പിച്ചു തരാം, അതിന് ഇന്ന കാര്യങ്ങൾ ചെയ്യുക, ഇന്ന കാര്യങ്ങൾ പ്രവർത്തിക്കുക, ഇന്ന കാര്യങ്ങൾ അത് ചെയ്യുക, ഇത് ചെയ്യുക, അതൊന്നുമല്ല യേശു പറയുന്നത്. ഒരിക്കലും യേശുവിനോട് ശിഷ്യന്മാർ ചോദിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് എന്തുകൊണ്ട് ഈ ഭൂതത്തെ പുറത്താക്കുവാൻ കഴിഞ്ഞില്ല? യേശു പറയുന്നുണ്ട്, നിങ്ങളുടെ അവിശ്വാസം നിമിത്തം അത്രേ എന്ന് പറയുന്നൊരു ഭാവമുണ്ട്. ഉപവാസത്താലും പ്രാർത്ഥനകളില്ലാതെ ഇപ്രകാരമുള്ള അവിശ്വാസം വിട്ടുപോവുകയില്ല എന്നാണ് പറയുന്നത്. ഒരിക്കലും വിശ്വാസം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് വചനം അല്ലെങ്കിൽ ഉപവാസം എടുക്കാനാണ് പറയുന്നത്. നമ്മുടെ അവിശ്വാസം കുറഞ്ഞു വരുവാൻ വേണ്ടിയിട്ട്, നമ്മുടെ ജീവിതത്തിൽ നിന്ന് അവിശ്വാസത്തിൻ്റെ മേഖലകൾ അഴിഞ്ഞു മാറാൻ വേണ്ടിയിട്ട് ഉപവാസവും പ്രാർത്ഥനയും എടുക്കണമെന്നാണ് യേശു അവിടെ പറയുവാനിടയായിരുന്നത്. ഇവിടെ ശ്രദ്ധിക്കുക, 1-ാമത്തെ ഭാഗത്തിൽ യേശു പറഞ്ഞത് എന്താണ്? നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾ ഈ മലയോട് പോയി കടലിൽ പോയി ചാടുവാൻ പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് കാട്ടത്തിയോട് പോയി കടലിൽ പോയി ചാടുവാൻ പറഞ്ഞാൽ അത് സംഭവിക്കും. 2-ാമത്തെ ഭാഗം പറയുകയാണ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു ഒഴിയുകയോ മേയുകയോ ചെയ്യുന്ന ഒരു ദാസനുണ്ടെന്നിരിക്കട്ടെ, അവൻ വയലിൽ നിന്ന് വരുമ്പോൾ നീ പെട്ടെന്ന് വന്ന് ഊണിലിരിക്കുക എന്ന് പറയുകയുള്ളൂ. അതേസമയം അവനോട് മറിച്ച്, എനിക്ക് അത്താഴം ഒരുക്കുക, ഞാൻ ഭക്ഷിച്ച് പാനം ചെയ്യുന്നത് വരെ അരകെട്ടി എനിക്ക് ശുശ്രൂഷ ചെയ്യുക, നീയും ഭക്ഷിച്ച് പാനം ചെയ്തു കൊള്ളുക എന്നല്ലയോ പറയുന്നത്? തന്നോട് കൽപ്പിച്ച ദാസൻ ചെയ്യുന്നത് കൊണ്ട് അവന് നന്ദി കൂടെ പറയുമോ? ഒരിക്കലുമില്ല എന്ന് പറയുന്ന അനുഭവം യേശുവിടെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ നോക്കുക, യേശു നമ്മളെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, നമ്മുടെ വിശ്വാസത്തെക്കുറിച്ച് യേശു ആഗ്രഹിക്കുന്നത്, നമ്മളിൽ ദൈവം പകർന്നിരിക്കുന്ന അളവിനൊത്തതായ വിശ്വാസം ഉപയോഗിച്ച് നമ്മൾ ചില മലകളോട് പോയി കടലിൽ പോയി ചാടാൻ പറയണം. ഇവിടെ പറഞ്ഞതുപോലെ കാട്ടത്തിയോട് പോയി കടലിൽ ചാടാൻ പറയണം. അല്ല, ഇംഗ്ലീഷ് പരിഭാഷ എടുക്കുകയാണെങ്കിൽ മൾബറിയോട് പോയി കടലിൽ ചാടാൻ പറയണം, നട്ടുപോകാൻ പറയണം എന്ന് പറയുന്ന അനുഭവം. അതേസമയം ഒഴുകുകയും മേയുകയും ഒരു ദാസൻ എന്ന രീതിയിൽ വിശ്വാസത്തെ ഉപയോഗിക്കണമെന്ന് വെച്ചാൽ തീർച്ചയായും നമ്മുടെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നമ്മൾ പറയണം. അത് ക്ഷീണിച്ചു പോകും, വിശ്വാസം ക്ഷീണിച്ചു പോകും, അല്ലെങ്കിൽ വിശ്വാസത്തിന് ഉപയോഗിക്കാൻ കഴിയാത്തൊരു പരിമിതി ഉണ്ട് എന്ന് പറയുന്ന ഒരു മേഖലയും ഇല്ല എന്നാണ് യേശുവിടെ പ്രത്യേകമായി തെളിയിക്കുന്നത്. അങ്ങനെ യേശു തെളിയിക്കുകയാണ്, അവനൊരു ദാസനെ നമ്മൾ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു അതുപോലെ വേണം നമ്മുടെ വിശ്വാസത്തെ നമ്മൾ ഉപയോഗിക്കാനെന്ന് എന്നുള്ളതായ കാര്യമാണ്. കാരണം ആ അതോറിറ്റി, ആ അധികാരം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളത് നമ്മളിൽ ദൈവത്തിന് ആത്മാവ് ഓൾറെഡി പകർന്നിരിക്കുന്ന വിശ്വാസം, യു ഓൾറെഡി ഗോട്ട് ഇറ്റ്, നിങ്ങൾക്കത് ലഭിച്ചിട്ടുണ്ട്. കർത്താവ് നിങ്ങൾക്ക് അളവിനനുസരിച്ച് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. മാത്രമല്ല പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ അതേ ആത്മാവിനാൽ തന്നെ
നമുക്ക് വിശ്വാസത്തിൻ്റെ ആത്മാവിനെയും കൂടെ അതിനകത്ത് ഉൾപ്പെടുത്തിയാണ് ദൈവം തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ ഉപയോഗിക്കുവാൻ തയ്യാറാകണം. ഒരു ദാസൻ എന്ന പോലെ അതിനെ ഉപയോഗിക്കുവാൻ തക്കവണ്ണം നമ്മൾ തയ്യാറാകണം എന്നതാണ് ദൈവം നമ്മളെക്കുറിച്ച് പറയുന്നതായ ഉദ്ദേശം. അതേസമയം നമ്മൾ ഇതിനെക്കുറിച്ച് വെളിപ്പാട് നമ്മൾ പ്രാപിക്കുന്നില്ലെങ്കിൽ, ഈ ഒരു വെളിപ്പാട് നമ്മുടെ ജീവിതത്തിൽ പ്രാപിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്താണ്? നമ്മുടെ ജീവിതത്തിൽ രോഗങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വസിക്കും, ഭാരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും, കടഭാരം ഉണ്ടാവും, പ്രതിസന്ധി ഉണ്ടാവും. പത്രോസ് ദൈവത്തിൻ്റെ പ്രോമിസിനെ കുറിച്ച് പറയുകയാണ്, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെ കുറിച്ച് പറയുകയാണ്. നിങ്ങൾ ഈ ഭൂമിയുടെ കളങ്കങ്ങളിലേക്ക് അകപ്പെടാതിരിക്കേണ്ടതിന് ദൈവം നമുക്ക് ജീവനും ഭക്തിക്കും ആവശ്യമായിരിക്കുന്ന എല്ലാം കരുതിയിരിക്കുന്നു എന്ന് പറയുന്ന അനുഭവമുണ്ട്. ഭക്തിക്ക് ആവശ്യമായിരിക്കുന്നതും ജീവൻ ആവശ്യമായിരിക്കുന്നതും ദൈവം കരുതിയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് വെളിപ്പെട്ടു വരാത്തത്? എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ അതിൻ്റെ അനുഗ്രഹങ്ങൾ പ്രയോജനപ്പെടുത്തുവാൻ കഴിയാത്തത്, പുറത്തേക്ക് വരാത്തത് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രൈസ് ലോർഡ്. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ പക്വതയുള്ളവരായി ചിന്തിക്കണം. ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ വിശ്വാസം നമ്മൾ ഉപയോഗിക്കുന്നവരായി തീരണം. ആ വിശ്വാസത്താൽ വാഗ്ദത്തങ്ങൾ പ്രാപിച്ചെടുക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളായിരിക്കണം എന്നതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ പ്രാവശ്യവും പിശാച് രോഗങ്ങളിട്ട് പോരാടുമ്പോൾ ഞാൻ എൻ്റെ വാക്ക് ശ്രദ്ധിക്കുക. ഓരോ പ്രാവശ്യവും പിശാച് രോഗങ്ങളിട്ട് പോരാടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ വിശ്വാസത്തോട് പറഞ്ഞയക്കണം. യേശുവിൻ്റെ നാമത്തിൽ ആ പ്രശ്നങ്ങൾ കീഴടങ്ങാൻ പറയണം. ഓക്കെ, നോക്കുക, എന്തുകൊണ്ടാണ് വിശ്വാസത്തെ പറഞ്ഞയക്കണം? പക്ഷേ യേശു പറയുകയാണ് നിങ്ങളുടെ പ്രശ്നത്തോട് സംസാരിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ ആ കാട്ടത്തിയോട് അല്ലെങ്കിൽ മലയോട് സംസാരിക്കണം എന്ന് എന്തുകൊണ്ടാണ് പറയുന്നത്? വിശ്വാസം എന്ന് പറയുന്നത് ഒരു സബ്സ്റ്റൻസ് ആണെങ്കിലും അതിനെ നമ്മൾ മാനിക്കുന്നില്ല. അതുകൊണ്ടാണ് യേശു പറഞ്ഞത് ഒരു ദാസനെ അവൻ എല്ലാ പരിപാടിയും അവൻ കൽപ്പിച്ചതൊക്കെയും ചെയ്ത ശേഷം അവന് ബഹുമാനം കൊടുക്കുമോ അല്ലെങ്കിൽ അവനെ മാനിക്കുമോ എന്ന് ചോദിക്കുന്നൊരു അനുഭവം. പക്ഷെ ഒരിക്കലുമില്ല. കാരണം എന്തുകൊണ്ടാണ്? അവൻ ഇൻവിസിബിൾ ആണ്. നമ്മൾ പറഞ്ഞ കാര്യം ചെയ്യുവാൻ വേണ്ടി ഉള്ളതായ ഒരു വ്യക്തി മാത്രമാണ് വിശ്വാസം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ദാസൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ക്രെഡിറ്റ് മുഴുവൻ ആർക്കാണ് ലഭിക്കുന്നത്? നമുക്കാണ് ലഭിക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ വിഷയങ്ങൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ സംസാരിച്ച വിഷയത്തിലൂടെ പറയുകയാണെങ്കിൽ, ദൈവം തന്നിരിക്കുന്ന അധികാരം, ദൈവം നമുക്ക് ഓരോരുത്തർക്ക് തന്നിരിക്കുന്ന അധികാരം നമ്മൾ പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ അതിൻ്റെ ബഹുമാനം ആർക്ക് പോകും? ദൈവത്തിന്, അൾട്ടിമേറ്റായി ദൈവത്തിന് പോകും. ഓക്കെ, അപ്പോൾ ദൈവം അതിൽ പ്രസാദിക്കുന്നുണ്ട്, ദൈവം അത് ആഗ്രഹിക്കുന്നുണ്ട്. നമുക്ക് ഓരോരുത്തർക്കും യേശുവിടെ പറഞ്ഞിരിക്കുന്ന പോലെ, ഉദാഹരണം പോലെ, ദാസനായി ഉപയോഗിക്കുവാൻ കഴിയുന്ന രീതിയിൽ, എന്തും ചെയ്യുവാൻ കഴിയുന്ന രീതിയിൽ ഉള്ളതായ വിശ്വാസം എന്ന് പറയുന്ന ഒരു മാറ്റർ, ഒരു സബ്സ്റ്റൻസിനെ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അത് കടുകുമണി പോലെ. അതുകൊണ്ടാണ് യേശു പറഞ്ഞത് നിങ്ങൾ വിശ്വാസം വർദ്ധിപ്പിക്കേണ്ടതിന് നിങ്ങൾ ഇന്ന കുന്നും മലയും കയറി ഇറങ്ങണം, അല്ലെങ്കിൽ അത് ചെയ്യണം, ഇത് ചെയ്യണം, വചനം വായിക്കണം, ഉപവസിക്കണം. ഒന്നും യേശു പറഞ്ഞില്ല. യേശു പറയുകയാണ് നിങ്ങളുടെ വിശ്വാസം, നിങ്ങൾക്ക് കടുകുമണി പോലെ വിശ്വാസം ഉണ്ടെങ്കിൽ അതിനെ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ഈ മലയോട് പോയി കടലിൽ ചാടാൻ പറഞ്ഞാൽ അത് ഏത് സാഹചര്യത്തിലും, അല്ലെങ്കിൽ ഈ കാട്ടത്തിയോട് പോയി കടലിൽ ചാടാൻ പറഞ്ഞാൽ ഏത് സാഹചര്യത്തിലും അത് സംഭവിച്ചിരിക്കും. കാരണം അത് നിന്റെ ദാസനാണെന്ന് വീണ്ടും തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വിഷയങ്ങളെക്കുറിച്ച് പറയുന്നത്. ഓക്കെ, ഇത് മറ്റെവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും വെളിപ്പാടുണ്ടായിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം മുതൽ നമ്മൾ വായിക്കാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം അതിന് 5 മുതലായ വാക്യം പ്രകാരം വായിക്കുന്നു. യേശു കഫർന്നഹൂമിൽ എത്തിയപ്പോൾ ഒരു ശതാധിപൻ അവൻ്റെ അടുക്കൽ വന്ന് അവനോട്, കർത്താവെ, എൻ്റെ ദാസൻ പക്ഷവാതം പിടിച്ച് കഠിനമായി വേദനപ്പെട്ട് വീട്ടിൽ കിടക്കുന്നു എന്ന് പറഞ്ഞു. യേശു അവനോട്, ഞാൻ വന്ന് അവനെ സൗഖ്യമാക്കും എന്ന് പറഞ്ഞു. അതിന് ശതാധിപൻ, കർത്താവെ, നീ എൻ്റെ വീട്ടിൽ വരുവാൻ ഞാൻ യോഗ്യനല്ല. ഒരു വാക്ക് മാത്രം കൽപ്പിച്ചാൽ എൻ്റെ ദാസന് സൗഖ്യം വരും ഞാൻ എന്ന് പറഞ്ഞു. അടുത്ത വാക്യം ശ്രദ്ധിക്കുക. ഞാനും അധികാരത്തിന് കീഴിലുള്ള മനുഷ്യനാകുന്നു, എൻ്റെ കീഴിൽ പടയാളികളുണ്ട്. ഞാൻ ഒരുവനോട് പോക എന്ന് പറഞ്ഞാൽ അവൻ പോകുന്നു, മറ്റൊരുവനോട് വരിക എന്ന് പറഞ്ഞാൽ അവൻ വരുന്നു. എൻ്റെ ദാസനോട് ഇത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ചെയ്യുന്നു ഉത്തരം പറഞ്ഞു. അത് കേട്ടിട്ട് യേശു ആശ്ചര്യപ്പെട്ട് അവനെ അനുഗമിക്കുന്നവരോട് അവൻ പറഞ്ഞത്, ഇസ്രായേലിൽ പോലും ഇത്ര വലിയ വിശ്വാസം കണ്ടിട്ടില്ല എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും അനേകർ വന്ന് അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ ദൈവരാജ്യത്തിൻ്റെ അല്ലെങ്കിൽ സ്വർഗരാജ്യത്തിൻ്റെ വിരുന്നിനിരിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അതേസമയം രാജ്യത്തിൻ്റെ പുത്രന്മാരെയോ ഏറ്റവും പുറത്തുള്ള ഇരുട്ടിൽ തള്ളിക്കളയും, അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും എന്ന് പറയുന്നൊരു അനുഭവം. പിന്നെ യേശു ശതാധിപനോട്, പോക, നീ വിശ്വസിച്ചതുപോലെ നിനക്ക് സംഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ആ നാഴികയിൽ തന്നെ അവൻ്റെ ദാസന് സൗഖ്യം വന്നു.
എന്ന് പറയുന്നൊരു അനുഭവം. നോക്കുക, യേശുവിന് ഈ അധികാരം നമ്മൾ ലൂക്കോസിന് സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ ആമേൻ 7 മുതലുള്ള വാക്യത്തിൽ നമ്മൾ വായിച്ചതുപോലെ ഒരു ദാസൻ എന്ന പോലെ ആമേൻ വിശ്വാസത്തെ തനിക്ക് ദൈവം പകർന്നിരിക്കുന്ന വിശ്വാസത്തെ ഉപയോഗിച്ച് അല്ലെങ്കിൽ ദൈവം കൊടുത്തിരിക്കുന്ന വിശ്വാസത്തെ ഉപയോഗിച്ച് പ്രശ്നങ്ങളോട് സംസാരിച്ച് ആ വിഷയത്തിന് പരിഹാരം ഉണ്ടാക്കുവാൻ കഴിയും എന്ന്, യേശുവിനെ കൊണ്ട് കഴിയുമെന്ന് ശതാധിപന്റെ വിശ്വാസത്തെ യേശു അവിടെ പ്രോത്സാഹിപ്പിക്കുകയാണ്. ഓക്കെ, ശതാധിപൻ പറയുകയാണ്, യേശുവെ ഞാനും അധികാരത്തിന്റെ കീഴിലുള്ളവനാണ്, മാത്രമല്ല എനിക്കും അധികാരമുണ്ട്. ഒരുവനോട് ഞാൻ പോകുക എന്ന് പറഞ്ഞാൽ അത് സംഭവിക്കും, ഒരുവനോട് ഞാൻ വരിക എന്ന് പറഞ്ഞാൽ അത് വരും, ഒരുവനോട് ഇത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവനും ചെയ്തു എന്ന് ഉത്തരം പറഞ്ഞു. അതുപോലെ നീ ഒരു വാക്ക് മാത്രം കൽപ്പിച്ചാൽ മതി, അത് സംഭവിക്കും എന്ന് പറയുന്നൊരു അനുഭവം. നോക്കുക, 2 വചനങ്ങളും ചേരുന്നത് കണ്ടു. യേശുവിൻ്റെ അധികാരത്തെ റെക്കഗ്നൈസ് ചെയ്യുന്ന ഒരു ശതാധിപൻ ഇവിടെ യേശു പറയുകയാണ്, ഞാൻ നിങ്ങൾക്കും അതുപോലൊരു അധികാരം നിങ്ങളുടെ ജീവിതത്തിലേക്ക് തരുന്നു. നിങ്ങൾക്ക് ഇനി വിശ്വാസത്തിന്റെ കുറവുണ്ടെന്ന് നിങ്ങൾ പറയേണ്ട ആവശ്യമില്ല. ആ വിശ്വാസത്തിന് പരിഹാരമായി നമ്മൾ ഉപവസിക്കണം, പ്രാർത്ഥിക്കണം, അത് വേറെ വിഷയം. അതേസമയം വിശ്വാസത്തിന്റെ കുറവ് എന്ന് പറയുന്ന ഒരു തലം നിങ്ങൾക്കില്ല. നിങ്ങൾക്ക് അളവിനനുസരിച്ച് വിശ്വാസം, എൻ്റെ അളവിനനുസരിച്ച് ഈ ക്രിസ്തുവേശുവിൽ എത്രമാത്രം വിശ്വാസം വസിച്ചിരുന്നുവോ അതേ വിശ്വാസം നമുക്കും ദൈവം തന്നിരിക്കുന്നു. അത് കടുകുമണിയോളം അല്ലെങ്കിൽ കടുകുമണി പോലെ ഉപയോഗിക്കുവാൻ കഴിയുന്ന, വിതയ്ക്കുവാൻ കഴിയുന്ന, അല്ലെങ്കിൽ പറഞ്ഞയക്കുവാൻ കഴിയുന്ന, നമ്മൾ പറഞ്ഞാൽ കേൾക്കുന്ന തരത്തിൽ ഉള്ളതായൊരു വിശ്വാസമാണ്. ഇന്ന് നമ്മൾ ദൈവത്തിൻ്റെ പുത്രന്മാരായി തീർന്നു. ക്രിസ്തുവേശുവിൽ വസിച്ച അതേ ആത്മാവ് നമ്മളിൽ വസിക്കുന്നുണ്ട്. യേശുവിൽ വസിച്ച അതേ ആത്മാവും അതേ വിശ്വാസ രൂപത്തിൽ നമ്മുടെ ഉള്ളിൽ വസിക്കുന്നുണ്ട്. നമ്മളോടാണ് യേശു പറയുന്നത്, നിങ്ങൾ ഈ മലയോട് പോയി കടലിൽ പോയി ചാടുവാൻ പറയുന്നത്. നമ്മളോടാണ് യേശു പറയുന്നത്, നിങ്ങൾ ഈ കാട്ടത്തിയോട് പോയി കടലിൽ പോയി നട്ടുപോകുവാൻ പറഞ്ഞത് സംഭവിക്കാതിരിക്കാൻ കഴിയില്ല എന്നതാണ് ഇതിനർത്ഥം. കാരണം നിങ്ങളുടെ ദാസനാണ്, നിങ്ങളുടെയും ദാസനാണ് വിശ്വാസം എന്ന് പറയുന്നത്. നമ്മളതിനെ ആ രീതിയിൽ ഉപയോഗിക്കുവാൻ നമ്മൾ തയ്യാറാകണം എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. നോക്കുക, ശതാധിപൻ്റെതായ വിശ്വാസം അല്ലെങ്കിൽ ശതാധിപൻ്റെതായ വെളിപ്പാട് മനസ്സിലായോ? യേശുവിന് അത് പ്രവർത്തിക്കാൻ കഴിയും. പക്ഷേ യേശു പറയുകയാണ്, എനിക്ക് മാത്രമല്ല, ഇനി വരുന്ന കാലത്ത് നിങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിറയും. അന്ന് നിങ്ങൾ പറയുന്ന കാര്യങ്ങളെല്ലാം അതുപോലെ സംഭവിക്കും. കാരണം സംഭവിച്ചില്ലെങ്കിൽ അതിൻ്റെ അപമാനമാർക്കാം, ദൈവത്തിനാണ്. നോക്കുക, ഒരു ശതാധിപനെ സംബന്ധിച്ച്, ശതാധിപൻ ഒരു മനുഷ്യനാണ്, നമ്മളെപ്പോലൊരു മനുഷ്യനാണ്. ഒരു കോമൺ മാൻ എഴുന്നേറ്റ് നിന്നിട്ട് 10 പടയാളികളോട് നിങ്ങൾ അങ്ങോട്ട് പോകുക എന്ന് പറഞ്ഞാൽ സംഭവിക്കും? ഇല്ല. പക്ഷെ അവനെ ഓതറൈസ് ചെയ്തിരിക്കുന്ന ഈ ശതാധിപനെ അധികാരപ്പെടുത്തിയിരിക്കുന്നതായ ആ വ്യക്തിയെ സംബന്ധിച്ച്, ആ ഗവൺമെന്റിനെ സംബന്ധിച്ച്, ആ ഗവൺമെന്റിന്റെ അധികാരവും ആ ഗവൺമെന്റിന്റെ ശക്തിയും എല്ലാം ശതാധിപന് നല്ല ബോധ്യമുണ്ട്. ആ ബോധ്യത്തോടുകൂടെ ശതാധിപൻ പറയുകയാണ്, നിന്റെ ഒരു വാക്കിനും അതുപോലെ സംഭവിക്കും. കാരണം വിശ്വാസം നിന്റെ ദാസനാണെന്നും നീ കൽപ്പിച്ചാൽ നിനക്ക് അധികാരമുണ്ടെന്നും നീ കൽപ്പിച്ചു കഴിഞ്ഞാൽ ആ പ്രവൃത്തി അവിടെ നടക്കുമെന്നും എന്നും ഞാൻ വിശ്വസിക്കുന്നു എന്ന് അദ്ദേഹം പറയാൻ വേണ്ടിയായി തീർന്നു. നോക്കുക, ലൂക്കോസിന് സുവിശേഷം നമ്മൾ വായിച്ചതുപോലെ ഒരു ദാസൻ മടുത്തു പോകുന്നില്ല, അല്ലെങ്കിൽ അവൻ ക്ഷീണിച്ചു പോയി എന്ന് പറഞ്ഞിട്ട് അവനോട് അവൻ വന്നിരുന്ന് ഭക്ഷണം കഴിക്കുവാനോ റെസ്റ്റ് എടുക്കാനോ നമ്മൾ പറയുന്നില്ല. നീ എഴുന്നേറ്റ് എനിക്ക് വേണ്ടി വന്ന ഭക്ഷണം ഒരുക്കിയ ശേഷം ഞാൻ ഭക്ഷിച്ച് പാനം ചെയ്യുന്നവരെ കാത്തിരുന്ന ശേഷം നീയും പോയി ഭക്ഷിക്കുക, പാനം ചെയ്യുക എന്നവനോട് പറയുന്ന ഒരു അനുഭവത്തെക്കുറിച്ച് പറയുവാനിടയായി തീർന്നു. മാത്രമല്ല, അങ്ങനെ പറഞ്ഞ ശേഷം ആ ദാസനെ നമ്മൾ ബഹുമാനിക്കുകയോ അവന് നന്ദി പറയുകയോ ചെയ്യാറില്ല എന്നതും പൗലോസ് യേശു എടുത്തു പറയാനിടയായി തീർന്നു. നോക്കുക, അടുത്ത വാക്യങ്ങളിലേക്ക് വരുമ്പോൾ അത് തന്നെയാണ് സംഭവിക്കുന്നത്. ഈ മത്തായി സുവിശേഷം ആ 8-ാം അധ്യായം മുഴുവനായിട്ടൊന്ന് വായിച്ചു നോക്കുക. യേശു ഗിരിപ്രഭാഷണം കഴിഞ്ഞ് മലമുകളിൽ നിന്ന് ഇറങ്ങി വരുന്ന വഴിയിൽ തന്നെ ആരെ കാണുന്നു? ആ കുഷ്ഠരോഗിയെ കാണുന്നു. യേശു അവനെ സൗഖ്യമാക്കുന്നു. ഇവിടേക്ക് വരുമ്പോൾ യേശു എന്ത് ചെയ്യുന്നു? ശതാധിപന്റെ ദാസനെ യേശു സൗഖ്യമാക്കുന്നു. അതിനുശേഷം അടുത്ത ഇതിലേക്ക് വരുമ്പോൾ അവൻ വീട്ടിലെത്തിയപ്പോൾ 14-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ യേശു പത്രോസിന്റെ വീട്ടിൽ വന്നപ്പോൾ അവൻ്റെ അമ്മായിയമ്മ പനി പിടിച്ച് കിടക്കുന്നത് കണ്ടു. അവൻ അവളുടെ കയ്യിൽ തൊട്ടു, പനി അവളെ വിട്ടുപോയി, അവളെ എഴുന്നേറ്റ് അവർക്ക് ശുശ്രൂഷ ചെയ്തു എന്ന് പറയുന്നൊരു അനുഭവം. നോക്കുക, അയ്യോ ഞാൻ ക്ഷീണിച്ചു, ഇത്രയും അത്ഭുതങ്ങളെല്ലാം ഞാൻ ചെയ്തില്ലേ, ഇതേ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, ഇനിയിപ്പോൾ തൽക്കാലം ഇന്ന് വേണ്ട, നാളത്തേക്ക് മതി ആ രോഗസൗഖ്യം എന്ന് അദ്ദേഹം പറഞ്ഞു. യേശു പറഞ്ഞു ഇല്ല. യേശു ആസോണാസ് അവിടെ എത്തിയ സമയത്ത് തന്നെ ആ അമ്മായിയമ്മയുടെ, പത്രോസിന്റെ അമ്മായിയമ്മയുടെ കയ്യിൽ തൊടുകയും അവളെ സൗഖ്യമാക്കുകയും ചെയ്യേണ്ടിയായി തീർന്നു. അടുത്ത വാക്യം നോക്കുക, അന്ന് വൈകുന്നേരമായപ്പോൾ എന്നാണ് എഴുതിയിരിക്കുന്നത്.
അന്ന് വൈകുന്നേരം ആണെന്നാണ് അപ്രകാരം എഴുതിയതിൻ്റെ അർത്ഥം. അനേകം ഭൂതഗ്രസ്തരെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ വചനത്താൽ ഭൂതങ്ങളെ പുറത്താക്കി സകല രോഗികളെയും സൗഖ്യമാക്കി എന്ന് പറയുന്ന അനുഭവമുണ്ട്. നോക്കുക, യേശു അവിടെ എന്ത് ചെയ്യുന്നു? വൈകുന്നേരമായപ്പോഴത്തേക്ക് അല്പ റെസ്റ്റിനൊക്കെ ശേഷം വൈകുന്നേരമായപ്പോഴത്തേക്ക് പിന്നെയും രോഗികൾ വന്നു. അവൻ്റെ അടുക്കൽ വന്ന രോഗികൾ വന്ന ഏതു തരം രോഗവുമായി കടന്നു വന്ന എല്ലാത്തരം രോഗങ്ങളെയും യേശു എന്ത് ചെയ്തു? സൗഖ്യമാക്കുവാനിടയായി തീർന്നു. അവൻ മാത്രമല്ല, വചനത്താൽ ഭൂതങ്ങളെ പുറത്താക്കി എന്നും എഴുതിയിരിക്കുന്നു. അവൻ 17 വാക്യം നോക്കുക. അവൻ നമ്മുടെ ബലഹീനതകൾ എടുത്തു, വ്യാധികൾ ചുമന്നുവെന്ന് യെശയ്യാ പ്രവാചകൻ പറഞ്ഞത് നിവൃത്തിയാകുവാൻ തന്നെ. യെശയ്യാവിന്റെ പുസ്തകം 53 അധ്യായം അതിന് 4 വാക്യത്തിലാണ് ആ ഭാഗം എഴുതിയിരിക്കുന്നത്. സാക്ഷാൽ അവൻ നമ്മുടെ രോഗങ്ങളെ വഹിച്ചു, നമ്മുടെ വേദനകളെ ചുമന്നു എന്ന് എഴുതിയിരിക്കുന്നത്. മത്തായി അത് രേഖപ്പെടുത്തുകയാണ്. അത് നിവൃത്തിയാകേണ്ടതിന് യേശു ക്രിസ്തു എപ്രകാരം ചെയ്തു? സകല രോഗികളെയും, അവൻ്റെ അടുക്കൽ വന്ന സകല രോഗികളെയും സകല ഭൂതഗ്രസ്തരെയും യേശു ക്രിസ്തു സൗഖ്യമാക്കുവാനിടയായി തീർന്നു. ആമേൻ. അടുത്ത അതേ അനുഭവങ്ങൾ ശേഷം അവൻ 23 വാക്യത്തിലേക്ക് വരുമ്പോൾ, അവനൊരു പടകിൽ കയറിയപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ അവനെ അനുഗമിച്ചു. പിന്നെ കടലിൽ ഭയങ്കര കൊടുങ്കാറ്റുണ്ടായി, പടക് തിരമാലകൾ മുങ്ങുമാറായി, അവന് ഉറങ്ങുകയായിരുന്നു. അവർ അവൻ്റെ അടുത്ത് ചെന്ന്, കർത്താവെ രക്ഷിക്കണമേ, ഞങ്ങൾ നശിച്ചു പോകുന്നു എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി. അവൻ അവരോട്, അല്പവിശ്വാസികളെ, നിങ്ങൾ ഭീരുക്കളാകുന്നത് എന്തുകൊണ്ട് എന്ന് പറഞ്ഞിട്ട് അവൻ എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ചപ്പോൾ വലിയ ശാന്തതയുണ്ടായി. ലൂക്കോസിന് സുവിശേഷം ഇതേ അക്കൗണ്ടിന് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇപ്രകാരമാണ്: നിങ്ങളുടെ വിശ്വാസം എവിടെ എന്നാണ് യേശു ചോദിക്കുന്നത്. അത് തന്നെയാണ് ഇവിടെയും ചോദിക്കുന്നത്, മറ്റൊരു തരത്തിൽ നിന്ന് മാത്രം. അല്പവിശ്വാസികളെ, അതായത് വിശ്വാസം ഇല്ലാത്തവരെ, നഷ്ടപ്പെട്ടവരെ, നിങ്ങൾ ഭീരുക്കളാകുന്നത് എന്തുകൊണ്ട്? വിശ്വാസമില്ലെങ്കിൽ അവിടെ ഭയം ഉണ്ടാവും, അല്ലേ? സ്നേഹമില്ലെങ്കിൽ, വിശ്വാസമില്ലെങ്കിൽ ഭയം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഇവിടെ പറയുകയാണ്, അല്പവിശ്വാസികൾ, നിങ്ങൾ ഭീരുക്കളാകുന്നത് എന്തുകൊണ്ട്? ഞാനല്ലേ നിങ്ങളോട് പറഞ്ഞത് കടന്നു പോകുവാൻ? മാത്രമല്ല, വിശ്വാസത്തിന്റെ അതേ അളവ് നിങ്ങൾക്കും കൂടെ ഞാൻ പങ്കിട്ട് തന്നതല്ലേ എന്ന് ചോദിക്കുന്ന ഒരു അനുഭവമാണ്. പക്ഷേ ശിഷ്യന്മാർക്ക് അത് മനസ്സിലാക്കുവാൻ കഴിയാത്തൊരനുഭവം. യേശു അവിടെ ചോദിക്കുകയാണ്. ലൂക്കോസിന് സുവിശേഷം അതിൻ്റെ ഇതേ അക്കൗണ്ട്സ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ യേശു ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്: നിങ്ങളുടെ വിശ്വാസം എവിടെ? ഞാൻ നിങ്ങൾക്ക് പങ്കിട്ട് തന്നതായ വിശ്വാസം എവിടെ? നിങ്ങളുടെ ആത്മാവിൽ, നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്ന വിശ്വാസം എവിടെ എന്ന് യേശു ചോദിക്കുന്ന ഒരു അനുഭവമാണ്. എന്നാൽ അവർക്ക് ഉത്തരമുണ്ടായിരുന്നില്ല. പക്ഷെ യേശു എന്ത് ചെയ്തു? കണ്ണു തിരുമ്മി ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ ശേഷം കൈ ഉയർത്തി ശാസിച്ചു. കൈ ഉയർത്തി കാറ്റിനെയും കടലിനെയും ശാസിച്ചു. ആ വലിയ ശാന്തത അവിടെ ഉണ്ടാകുവാനിടയായി തീർന്നു. യേശു പറയുകയാണ്, അയ്യോ, ഞാനൊരു അരമണിക്കൂർ പ്രാർത്ഥിച്ചിട്ട് വരാം, എന്നിട്ട് ഞാൻ പ്രഖ്യാപിക്കാം. ചിലപ്പോൾ എന്നാൽ മാത്രമേ ആ കാര്യം നടക്കത്തുള്ളായിരിക്കും. പ്രതിസന്ധി വന്ന സമയത്ത് യേശു പറയുകയാണ്, എന്നാൽ ഞാൻ ശരി, ഞാൻ ഒരു ദിവസം ഞാൻ ഉപവസിച്ചിട്ട് മടങ്ങി വരാം, എന്നിട്ട് ഞാൻ കാറ്റിനെയും കടലിനെയും ശാന്തമാക്കുവാൻ. യേശു പറഞ്ഞു, ഒരിക്കലുമില്ല. കാരണം യേശുവിനറിയാം തൻ്റെ അധികാരം എന്താണ്. അധികാരത്തിന് കീഴിൽ നിൽക്കുന്ന വിശ്വാസത്തിന് അത് പ്രവർത്തിക്കാതിരിക്കാൻ കഴിയുകയില്ല. താൻ ഉപവസിച്ചില്ലെങ്കിലും, താൻ വചനം വായിച്ചില്ലെങ്കിലും, തൻ്റെതായ ജീവിതത്തിൽ എന്ത് സാഹചര്യമായിരുന്നാലും, ഉറങ്ങുകയായിരുന്നെങ്കിലും പോലും തൻ്റെ വാക്കിന് ശക്തിയുണ്ട്. ആ വാക്ക് പറഞ്ഞാൽ വിശ്വാസത്തിന് അത് പ്രവർത്തിക്കാതിരിക്കാൻ കഴിയില്ല. അതേ ഒരു അനുഭവം യേശു ശിഷ്യന്മാരിൽ നിന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷെ അവരെ കൊണ്ട് അത് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്നില്ല. അതുകൊണ്ട് യേശു അവരെ ശാസിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അതിനുശേഷം അവര് ഗദരദേശത്ത് ചെല്ലുന്നു. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ 2 ഭൂതഗ്രസ്തർ ശവക്കല്ലറിൽ നിന്ന് പുറപ്പെട്ട് അവനെതിരെ വന്നു എന്ന് പറയുന്ന ഒരു അനുഭവമുണ്ട്. അവരെയും യേശു ക്രിസ്തു സൗഖ്യമാക്കുന്നു. നോക്കുക, മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായത്തിൽ എത്ര ഇൻസിഡൻസ് ആണ് എഴുതി വെച്ചിരിക്കുന്നത്. അങ്ങനെ ദൈവത്തിന്റെ വചനം പുതിയ നിയമത്തിൽ സുവിശേഷങ്ങൾ മുഴുവൻ വായിച്ചു നോക്കുക. എവിടെയെല്ലാം അത്ഭുത പ്രവൃത്തികളും അടയാളങ്ങളും രോഗസൗഖ്യവും നടന്നിട്ടുണ്ടോ, അവിടെയെല്ലാം യേശു തൻ്റെ വിശ്വാസത്തെ ഉപയോഗിക്കേണ്ട തരത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ദൈവത്തോട് ബഗ് ചെയ്യുകയില്ല. ദൈവമേ, നീ അത്ഭുതം പ്രവർത്തിക്കണമെന്ന് ആ കടലിന്റെ മധ്യത്തിൽ നിന്ന് പറയുകയില്ല. താൻ തന്നെ തൻ്റെ നാവ് ഉയർത്തി തൻ്റെ വാക്കുകൾ ഉപയോഗിച്ച് കടലിനെ ശാന്തമാക്കുവാനിടയായി തീർന്നു. താൻ വചനം അയച്ച് ദുരാത്മാക്കളെ പുറത്താക്കുവാനിടയായി തീർന്നു. അതേ അധികാരം, അതേ അനുഭവം ക്രിസ്തു നമ്മുടെ ജീവിതത്തിലും പകർന്നിട്ടുണ്ട്. അത് റെക്കഗ്നൈസ് ചെയ്തതാര്? ശതാധിപൻ. അതുപോലെ തന്നെ തനിക്ക് ലഭിച്ചിരിക്കുന്ന വെളിപ്പാട് മുറുകെ പിടിച്ച് യേശുവിൻ്റെ അടുക്കൽ വന്ന് അവനോട് പറഞ്ഞപ്പോൾ അവന് സൗഖ്യം ലഭിക്കാനിടയായി തീർന്നു. ഇന്ന് യേശു നമ്മളോട് പറയുകയാണ് ലൂക്കോസിന് സുവിശേഷം 17-ാം അധ്യായത്തിലൂടെ, നിങ്ങൾ
കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഈ കാട്ടത്തിയോട് പോയി കടലിൽ പോയി നട്ടുപോകുവാൻ പറഞ്ഞാൽ അത് സംഭവിക്കും. അടുത്ത ഭാഗത്ത് പറയുകയാണ്, ആമേൻ, അവൻ നിങ്ങൾക്കൊരു ദാസനുണ്ടെന്നിരിക്കട്ടെ, അവനെ നിങ്ങൾ ഉപയോഗിക്കേണ്ട തരത്തിൽ ഉപയോഗിക്കുന്നത് പോലെ നിങ്ങൾ വിശ്വാസത്തെ ഉപയോഗിക്കണം. വിശ്വാസത്തെ ഞാൻ നിങ്ങൾക്ക് ദാസനായി തന്നിരിക്കുന്നു എന്ന് പറയുന്ന അനുഭവമാണ്. നമ്മൾ ദൈവമക്കളാണ്, ദൈവത്തിൽ നീതീകരിക്കപ്പെട്ടവരാണ്, അവൻ ദൈവത്തിൻ്റെ മക്കളായി തീർന്നവരാണ്, ദൈവത്തിന് അധികാരം ലഭിച്ചു, ദൈവത്തിൽ നിന്ന് ഇതുപോലെ അധികാരം ലഭിച്ചവനാണ്. ക്രിസ്തുവേശുവിൻ്റെ അതേ ആത്മാവിനെ വഹിക്കുന്നവരാണ്. അവൻ ക്രിസ്തുവേശുവിൽ വസിച്ച അതേ വിശ്വാസത്തിൻ്റെ ആത്മാവ് നമ്മളിലും പകർന്നിരിക്കുകയാണ്. ആ വിശ്വാസം നമ്മളിൽ ഉള്ളിൽ ഓട്ടോമാറ്റിക്കായി ഓൾറെഡി ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രഖ്യാപിക്കുന്നു, നമ്മളത് വിശ്വസിക്കുന്നു, നമ്മളത് പ്രഖ്യാപിക്കുന്നു, നമ്മുടെ ജീവിതത്തെ പ്രായോഗിക ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നു എന്നാണ് പൗലോസ് പറയുന്നത്. ദൈവം നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നമ്മുടെ മുന്നിൽ നിൽക്കുന്ന പ്രതിസന്ധികൾ എന്ത് തന്നെയായിരുന്നാലും, കടഭാരമായിരിക്കാം, അതുപോലെ തന്നെ രോഗമായിരിക്കാം, പ്രതിസന്ധികളായിരിക്കാനും ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ അതിനോട് സംസാരിക്കണം. നമ്മൾ നമ്മുടെ മലയോട് പോയി കടലിൽ പോയി ചാടാൻ പറയാം. നമ്മൾ നമ്മുടെ അത്തിയോട് ഇതുപോലുള്ളതായ കാട്ടത്തിയോട് പോയി കടലിൽ പോയി നട്ടുപോകാൻ പറയണം. എന്താ പറയുന്ന ഉദ്ദേശം? നമ്മുടെ രോഗത്തോട് നമ്മൾ സംസാരിക്കണം. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ രോഗമേ, ഞാൻ നിന്നെ ശാസിക്കുന്നു, നീ പോയി നീ എന്നെ വിട്ട് മാറിപ്പോവുക. അസുഖമേ, നീ എന്നെ വിട്ട് മാറിപ്പോവുക. എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ നിന്ന്, എൻ്റെ വൈഫിൻ്റെ ജീവിതത്തിൽ നിന്ന്, എൻ്റെ അപ്പൻ്റെ ജീവിതത്തിൽ നിന്ന്, എൻ്റെ അമ്മയുടെ ജീവിതത്തിൽ നിന്ന്, ഇങ്ങനെ നമ്മൾ പിശാചിൻ്റെ എല്ലാ തന്ത്രങ്ങളെയും അധികാരങ്ങളെയും കീഴടക്കുള്ളതായ കൃപ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. ദൈവം അതിനായി നമ്മളെ സഹായിക്കട്ടെ. ലൂക്കോസിന് സുവിശേഷം അത് തന്നെ 11-ാം അധ്യായത്തിലേക്ക് അടുത്ത് വരുമ്പോൾ അവൻ വീണ്ടും അതുകൊണ്ട് പറയുകയാണ്. ആമേൻ. 11-ാം അധ്യായം അല്ലെങ്കിൽ 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യേശുവോട് പറയുന്നൊരു കാര്യമുണ്ട്. ആമേൻ. 19-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ലൂക്കോസിന് ശേഷം 10-ാം അധ്യായം 19-ാം വാക്യങ്ങളിലേക്ക് വരുമ്പോൾ, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു, ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയില്ല എന്ന് പറയുന്ന അനുഭവം യേശുവോട് പറയാനിടയായി തീർന്നു. നോക്കുക, 9-ാം അധ്യായത്തിന്റെ ആദ്യ വാക്യങ്ങളിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? അവൻ സകല ഭൂതങ്ങളെ പുറത്താക്കുകയും വ്യാധികൾ സൗഖ്യമാക്കുകയും അവർക്ക് ശക്തിയും അധികാരവും ദൈവം കൊടുക്കുവാനിടയായി തീർന്നു. അവിടെ ഭൂതങ്ങളെ പുറത്താക്കുവാനും വ്യാധികളെ സൗഖ്യമാക്കുവാനും യേശു അവർക്ക് അധികാരം കൊടുക്കുവാനിടയായി തീർന്നു. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 8-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പ്രകാരം എഴുതിയിരിക്കുന്നു: രോഗികളെ സൗഖ്യമാക്കുവിൻ, മരിച്ചവരെ ഉയർപ്പിപ്പിൻ, കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുവിൻ, ഭൂതങ്ങളെ പുറത്താക്കുവിൻ, സൗജന്യമായി നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു, സൗജന്യമായി കൊടുപ്പിൻ എന്ന് പറയുന്ന അനുഭവം. അങ്ങനെ യേശു നമ്മൾ ഓരോരുത്തരെയും അയച്ചിരിക്കുന്നത് തൻ്റെ അധികാരം നൽകിയിട്ട് കൂടെയാണ്. നമ്മളോടാണ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ പോയി രോഗികളെ സൗഖ്യമാക്കുവിൻ. നമ്മളോടാണ് പറഞ്ഞിരിക്കുന്നത്, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാനുള്ള അധികാരം നിങ്ങൾക്ക് ഞാൻ നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. പുതിയ നിയമ വിശ്വാസികൾക്കുള്ളതാണ്. പക്ഷെ നമ്മളവിടെ നിന്നില്ലെങ്കിൽ നമ്മുടെ സ്ഥാനത്ത് ആര് വന്നിരിക്കും? അനാവശ്യമായ കാര്യങ്ങൾ വന്നിരിക്കും. നമ്മളെ രോഗികളായി ഓവറായി നമ്മൾ രോഗങ്ങളെ ബുദ്ധിമുട്ടുന്ന വ്യക്തിയാണെങ്കിൽ എങ്ങനെ മറ്റുള്ളവർക്ക് ഇതേ സൗഖ്യം പറഞ്ഞു കൊടുക്കാൻ പറ്റും? അല്ലെങ്കിൽ നമ്മുടെ അവിശ്വാസം മറികടന്ന് നമുക്ക് എങ്ങനെ അവരെ സഹായിക്കാൻ പറ്റും? അതുകൊണ്ട് വ്യക്തിപരമായ ജീവിതത്തിൽ, ഭാര്യയുടെ കാര്യത്തിൽ, മക്കളുടെ കാര്യത്തിൽ, നമ്മുടെ കാര്യത്തിൽ ആദ്യം ഈ അധികാരം നമ്മൾ ഉപയോഗിച്ച് വിടുതൽ നേടുന്നവരായി തീരണം. കടഭാരത്തിൽ നിന്ന്, പ്രതിസന്ധികളിൽ നിന്ന്, സാമ്പത്തിക ഞെരുക്കങ്ങളിൽ നിന്ന്. പത്രോസൊക്കെ ഉറപ്പ് പറയുന്നൊരു കാര്യമുണ്ട്: നിങ്ങൾ ഭൂമിയിൽ ലോകത്തിന്റെ എല്ലാ കളങ്കങ്ങളിലും ഉൾപ്പെടാതിരിക്കുവാൻ. എന്ന് വെച്ചാൽ നിരാശ, സങ്കടം, വിഷമം, ദാരിദ്ര്യം തുടങ്ങിയതായ എല്ലാ സംഘടനകളിലും ഉൾപ്പെട്ട് നശിച്ചു പോകാതിരിക്കുവാൻ ജീവനും ഭക്തിക്കും ആവശ്യമായിരിക്കുന്ന എല്ലാം ദൈവം നിങ്ങൾക്ക് കരുതിയിട്ടുണ്ട്. ദൈവം നമ്മൾ ഓരോരുത്തരെയും അതിനായി സഹായിക്കട്ടെ. അത് നമ്മുടെ ജീവിതത്തിലേക്ക്, പ്രായോഗിക ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം നമ്മൾ ഓരോരുത്തരെയും ഇടയാക്കുമാറാകട്ടെ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. നല്ലവനായ ദൈവമേ, അങ്ങയുടെ കരങ്ങളിലേക്ക് പൂർണ്ണമായി ഞങ്ങൾ ഓരോരുത്തരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കേൾക്കുന്ന വചനം അവർക്ക് എത്രമാത്രം മനസ്സിലായെന്ന് എനിക്കറിയത്തില്ല. എങ്കിലും പരിശുദ്ധാത്മാവേ, നിന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നു. എനിക്ക് ലഭിച്ചിരിക്കുന്ന വെളിപ്പാടിനെ പ്രിയ കുടുംബത്തിലേക്ക്, പ്രിയ വ്യക്തികളുടെ ജീവിതത്തിലേക്ക് ഞാൻ അയക്കുകയാണ്. ദൈവികമായിരിക്കുന്ന മഹത്വം അവരുടെ ജീവിതത്തിൽ വെളിപ്പെടുവാനൊക്കെ ഇടയായി തരട്ടെ. അതിശയനമായിരിക്കുന്ന വഴികൾ അവരുടെ ജീവിതത്തിൽ കാണുവാനൊക്കെ ഇടയായി തരട്ടെ. വിടുതലുകളും അത്ഭുതങ്ങളും കാണുവാനിടയായി തരട്ടെ. അവരും കഥാവെ ദൈവങ്ങളുടെ വചനത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ കോൺഫിഡൻസ് ധരിച്ച് യേശുവിന് അധികാരം നൽകിയിരിക്കുന്നു. യേശു എനിക്ക് അധികാരം നൽകിയിരിക്കുന്നു. എൻ്റെ ദാസനാണ് വിശ്വാസം. അതൊരു മെറ്റീരിയലാണ്, ഒരു സബ്സ്റ്റൻസ് ആണ്. എനിക്ക് ഉപയോഗിക്കുവാൻ തക്കവണ്ണം, എൻ്റെ കാൽക്കീഴിൽ എനിക്ക് ഉപയോഗിക്കുവാൻ തക്കവണ്ണം ദാസനാക്കി തന്നിരിക്കുന്നതായ വിശ്വാസത്തെ
ഞാൻ ഉപയോഗിക്കും. അത് ക്ഷീണിച്ചു പോകുന്നു, തളർന്നു പോകുന്നു ഞാൻ പരിഭ്രമിക്കുകയില്ല. കാരണം അതിനായിട്ടാണ് ദൈവം എനിക്ക് തന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് സംഭവിക്കുക തന്നെ ചെയ്യും. ഓരോ വിശ്വാസികൾക്കും ആ കോൺഫിഡൻസ് ഉണ്ടാവട്ടപ്പ. ഞാൻ പറഞ്ഞത് സംഭവിക്കുക തന്നെ ചെയ്യും. കാര്യം ആ അധികാരം എനിക്ക് തന്നിരിക്കുന്നത് യേശുവാണ്. ആ അധികാരം തന്നിരിക്കുന്നത് പിതാവാം ദൈവമാണ്. അവൻ എന്നെ പുത്രനാക്കി തീർത്തിട്ടുണ്ട്. അവൻ ഞങ്ങൾ ഓരോരുത്തരും നീതിമാനാക്കി തീർത്തിട്ടുണ്ട്. അവൻ ഞങ്ങൾ ഓരോരുത്തരും തൻ്റെ ആത്മാവിനെ നിറച്ചിട്ടുണ്ട്. അധികാരം ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ദൈവമേ, കേൾക്കുന്ന എല്ലാവർക്കും ഈ വചനങ്ങൾ ഒരു വെളിപ്പാടായി വിടുതലിന് കാരണമായി തീരുവാൻ സഹായിക്കണമേ. യോഹന്നാൻ സുവിശേഷം 8-ാം അധ്യായം 33-32 വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. ഇന്ന് അവരനുഭവിക്കുന്ന കടഭാരത്തിൽ നിന്ന്, അവരനുഭവിക്കുന്ന എല്ലാവിധ രോഗത്തിൽ നിന്നും, ഒന്നുമല്ല, ചെറിയ തലവേദന മുതൽ കാലുവേദന വരെ, നടുവേദന ഉൾപ്പെടെ കയ്യിൻ്റെ മുതൽ എല്ലാ പ്രതിസന്ധികളിൽ നിന്നും അവർ പുറത്തു വരേണ്ടതിന് ദൈവമേ നിന്റെ കൃപ അവരുടെ ജീവിതത്തിൽ പകരണമേ. ആരോഗ്യസൗഖ്യവും വിടുതലും അവരുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നതിന് അവർ അധികാരം ഉപയോഗിക്കേണ്ട പോലെ ഉപയോഗിക്കുന്നതായ കൃപ ഞങ്ങളത് പറഞ്ഞു കൊടുക്കണമേ. അവരാരെന്നുള്ള ബോധ്യം അവർക്ക് ഉണ്ടാവട്ടെ. മാനമഹത്വം തിരുനാമത്തിൽ നടത്തിക്കുന്നു, യേശു നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപ കേൾക്കണം നല്ല പിതാവേ, ആമേൻ. ദൈവം നമ്മൾ ഓരോരുത്തരും അനുഗ്രഹിക്കുവാനാകട്ടെ. ഗോഡ് ബ്ലസ് യു.